ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഈ ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെയും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നു, അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും മാഗി ആയിരുന്നു. പോളിൻ്റെ ഷർട്ട് പോളിൻ്റെ താഴെ അവിടെ നോക്കി. അതിലല്ല, ഇവിടെ ഊപ്പർ ഈ കപ്പട എടുത്തിടും. ലെങ്തായിട്ടിടടാ. നിന്റെ ബാഗ് ഇനി എന്ത് ചെയ്യാനാ ഇവിടെ വെച്ചേക്കുന്നേ? അതിന് ഉപയോഗം കഴിഞ്ഞില്ലേ? ഇതൊരു സാറ്റർഡേയിലെ വീഡിയോയാണ്. ഞാൻ സാറ്റർഡേയിലെ വീഡിയോ ഇടാതാണ് ഇന്നലെ സൺഡേയിലത്തെ വീഡിയോ ഇട്ടത്. അപ്പോൾ അന്ന് പോൾമോൻ രാവിലെ പോകാൻ നേരം അവൻ്റെ കട്ടിലുകളെല്ലാം നന്നായി വിരിച്ചിട്ടിട്ടാണ് പോയത്. അത് കഴിഞ്ഞ് ഇവൻ ഈ പ്രൈസൻ പോയി, ഞാൻ പറഞ്ഞില്ല എപ്പോഴും അതിൻ്റെ അകത്ത് കയറി കിടന്ന് മറിഞ്ഞാണ് അത് പന്നലാക്കുന്നത്. അപ്പം അവനെയും കൊണ്ട് കുറച്ച് ഇന്ന് റീച്ചാൻ ജോലികളൊക്കെ ഇങ്ങനെ ഇസ്തിരിക്കാരൻ ഇസ്തിരിയൊക്കെ ചെയ്ത് തുണി കൊണ്ടുവന്നായിരുന്നു. അതൊക്കെ എടുത്ത് വെപ്പിച്ചു. അങ്ങനെ ചെറിയ ചെറിയ ജോലികൾ. അപ്പോൾ റീച്ചാൻ ചപ്പാത്തി വാങ്ങിക്കണമെന്ന് പറഞ്ഞാൽ അവനും കൂടെ പോകണമെന്നും പറഞ്ഞ് നിൽക്കുക. റീച്ചാൻ പറഞ്ഞ് വേണ്ട, മഴ ചാറുന്നുണ്ട്, വരണ്ടാന്ന്. അപ്പം ഞാനും വരുമെന്നും പറഞ്ഞ് പുറകെ ചാടാനായിട്ട് നിൽക്കുക. പിന്നെ റെയിൻ കോട്ടൊക്കെ ഇട്ട് പോയി റീച്ചാൻ്റെ കൂടെ. സാറ്റർഡേ ദിവസം പോൾമോൻ 8 മണിയാകുമ്പോഴേ പോകണം. 8 മണിക്ക് ക്ലാസ് ഉണ്ട്. അല്ലാത്ത ദിവസം ഒരു 9:30 പോയാൽ മതി. അപ്പം ഞാൻ പറഞ്ഞില്ലേ, പോയാൽ പിന്നെ 4:30-5 മണിയൊക്കെ അടുത്തായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇപ്പം ട്രെയിനിലൊക്കെ പോവുകയാണെങ്കിൽ കുറേ ലേറ്റായിട്ടേ വരത്തുള്ളൂ. ഇതിപ്പം ഇവർക്ക് വർക്ക് ടൈം ആണെങ്കിൽ ഒരു 20 മിനിറ്റൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ പ്രൈസനെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നോണേ. അനു ആ കൊച്ചിന് അവൾ ഒരു 12 മണി കഴിയുമ്പം, അല്ല 12:30-1 മണിയാകുമ്പോൾ അവളൊരു ചായ കുടിക്കാൻ പോകും. പണ്ടേ ഞാൻ കണ്ടിട്ടുള്ള അവളും ഈ 10ാം നമ്പറിലെ അവളുടെ വീടിൻ്റെ അടുത്തുള്ള ഈ 10ാം നമ്പറിൽ ജോലി ചെയ്യുന്നോളും. അപ്പോൾ ഇവർ രണ്ടും കൂടെയാണ് ചായ കുടിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ പ്രൈസിനെ വിളിക്കാൻ പോകുന്ന ആ ഗേറ്റിൻ്റെ അതിലേ കൂടെ അല്ലേ അവൾക്ക് പോകണ്ടേ. അപ്പോൾ ഇന്ന് വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നോണ്ടേ കൊച്ചിനെ എടുത്തുകൊണ്ട്, മഴയുണ്ട്, കൊച്ചിനെ എടുത്തുകൊണ്ട് ഇങ്ങനെ പോകുന്നു. ഞാൻ നേരം ആ കൊച്ചിൻ്റെ ഒരു 3-4 മാസം നന്നായിട്ട് നൂത്തെടുക്കും അവൾ. നമ്മളൊക്കെ നൂത്തെടുക്കുമ്പോൾ നമ്മൾ തലയിലൊക്കെ കൈ പിടിച്ച് എന്ത് കെയറിങ്ങാണ് നമ്മൾ. അപ്പം ഞാൻ പറയുകയും ചെയ്യോ, നിങ്ങളെ കാണിക്കാൻ ഞാനൊന്ന് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ അങ്ങ് ആ സമയത്ത് കൊച്ചിനെ ഇങ്ങനെ ചെള്ളക്കി പിടിച്ചിട്ടൊക്കെ അങ്ങ് പോയി. അപ്പോൾ ഇവിടെ വന്നാണ് ഞാൻ പറഞ്ഞെടി, നിന്നെ ഇങ്ങനെ ചിലർ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ആൻറ്റി ഞാൻ നാളെ കൊണ്ടുവരാം കുഞ്ഞിനെ എന്നും പറഞ്ഞ് പോയിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പം എന്തോ കഷ്ടമാണെന്ന് അന്ന് തൊട്ട് ആ കുഞ്ഞിനെ കൊണ്ടാന്ന് അവളിപ്പം മഴയും ആ കൊച്ചിനെ ട്രോളിക്കകത്ത് അവിടെ ഉറക്കി കിടത്തിയിട്ടാണ് അവൾ ഇങ്ങനെ വരുന്നത്. അവൾ ബാക്കി മിക്ക ആൾക്കാരുടെയും ജോലി അവൾ വിട്ടു. അവൾ എൻ്റേത് മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം ഞാൻ അവൾക്ക് നമ്മളിപ്പോൾ കൊടുത്തിട്ട് പറയുമല്ലോ വല്ല ഹെൽപ്പ് ചെയ്യുമോ, അങ്ങനെയൊക്കെ ചെയ്യും. അവൾക്ക് നമ്മളെ മനസ്സിലായി. അതുകൊണ്ടായിരിക്കാമെന്ന് ഞാൻ ചിന്തിക്കുക. വേറെ 2-3 പേരുടെ പറഞ്ഞ ആൻറ്റി ഞാൻ വിട്ടു, എനിക്ക് പറ്റുന്നില്ല അവരുടെ. കാരണം ഞാനിപ്പോൾ ഈ അഡ്ജസ്റ്റ് ചെയ്യുന്നത് പോലെ ഇപ്പോൾ അവൾ ആൻറ്റി കുഞ്ഞുറങ്ങിയില്ല, ചില ലേറ്റായിട്ട് വരട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യത്തില്ല. അതുപോലെ അവരൊക്കെ ചെയ്യത്തില്ല. അതുകൊണ്ടായിരിക്കും അവൾ വിട്ടേ. എനിക്ക് പറ്റുന്നില്ല, അവളെ മനസ്സിലാക്കുന്നില്ലെന്നാണ് അവൾ പറയുന്നത്. അപ്പോൾ ഞാനിന്ന് ബീട്രൂട്ട് തോരന ഉണ്ടാക്കുന്നത്. ഇച്ചിരി കുരുമുളക് പൊടിയൊക്കെ ഇട്ട് അതവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. കുടിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെള്ളത്തിലിടുന്ന അതുണ്ടല്ലേ. അപ്പോൾ അതിനൊരു ഇച്ചിരി രാമച്ചത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്. ഇവിടെ അരി തിളപ്പിച്ച് വെച്ചു. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി,
1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഈ ചെറു ചൂടാക്കി എടുക്കട്ടെ. പരിപ്പ് ഞാൻ ഈ പച്ചക്കറി അരിയുന്ന സമയം വരെ ഞാൻ വെള്ളത്തിൽ ഇട്ടായിരുന്നു. പുളിവെള്ളം കുടങ്ങൊഴിച്ച് ഉപ്പുമൊക്കെ ഇട്ട് അടപ്പത്ത് വെക്കുക. ഹലോ എല്ലാവരും, ഞാൻ പ്രശ്ന വിജയിച്ചിട്ട് ചാനലിനകത്ത് ഇത് ഞാൻ ഇന്ന് വായിച്ചത് 50 Shades ഓയിൽ പേസ്റ്റൽസ് ക്യാമൽഡേ സ്കൂളിൻ്റെ ഡ്രോയിങ് പീരീഡിന് വേണ്ടി അതുകൊണ്ട് വാങ്ങിച്ചു 50 Shades. ടീച്ചർ പറഞ്ഞ ഇപ്പം 5th സ്റ്റാൻഡേർഡിലായി, അതുകൊണ്ട് 50 Shades വേണം. ഇങ്ങോട്ട് വെക്ക്. രാവിലെ പപ്പാടെ കൂടെ പോയിട്ട് ഇതായിരുന്നു വാങ്ങിക്കാനായിട്ട് ഓടിയത്. നേരത്തെ പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത്, ഞാനങ്ങ് മറന്നു പോയായിരുന്നു. അപ്പം ഇന്ന് പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് 50 കളറുള്ളത് വേണമായിരുന്നു. ഞാൻ അൺബോക്സിങ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് കുറേ നേരം കൊണ്ട് വന്നിട്ട് നടക്കും. എനിക്ക് ഞാൻ ആ വീഡിയോ എടുക്കുന്നതിലും പറഞ്ഞിരുന്നു, അന്നേരം അവൻ അത് എടുക്കെന്ന് പറഞ്ഞ് നിൽക്കുക. എന്നിട്ട് ലാസ്റ്റിലൊരു ASMRൻ്റെ സൗണ്ട് ഉണ്ടാക്കുന്നത് പോലൊക്കെ ഉണ്ട്. ഇത് ഇതിൽ തന്നെ ഇട്ടേക്കണേ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ. ഇവിടെ ഞാൻ കണ്ടിച്ചു തരാം. ഓപ്പൺ ചെയ്തേ. രാവിലത്തെ പാല് ഇച്ചിരി ഉണ്ടായിരുന്നു, അത് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ച് വെക്കുക. അതാ കുക്കർ വിസിലടിക്കുന്നത്. അതിനെ സൂക്ഷിച്ച് വെച്ചോ, ഈ കവറിൽ തന്നെ വെച്ചാൽ വേണ്ട. അതുപോലെ ഇരുന്നാൽ മതി, ഒന്നും ചെയ്യേണ്ട. നീ അതുപോലെ ഇരുന്നാൽ മതി. ഒടിച്ചോണ്ടും വരല് എല്ലാം നീ ഒടിക്കുക. ഇപ്പൊ ഈ കഴിഞ്ഞ ആ ബോക്സിൻ്റെ അകത്ത് എത്ര നാളായത് വാങ്ങിച്ചിട്ട്? ഇതോടെ ഇങ്ങനെ നോക്കുന്നത്. നമ്മളെ ഡെയിലി ഓരോ നെല്ലിക്ക തിന്നുന്നത് അങ്ങ് ഡെയിലി തിന്നണമെന്നില്ല, ഇടയ്ക്കൊക്കെ നെല്ലിക്ക തിന്നുന്നത് നല്ലതല്ല. അയൺ കണ്ടൻ്റൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഈ കഴിഞ്ഞിടെ ഞാനൊരു ആർട്ടിക്കിളും കണ്ടായിരുന്നു, ഈ പിന്നെ പ്രതിരോധ ശേഷിക്ക് നെല്ലിക്ക നല്ല, കോവിഡൊക്കെ വരാതെ നമുക്ക് ഡെയിലി നെല്ലിക്കയൊക്കെ തിന്നുന്നത് ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈ ഡയറക്റ്റ് നെല്ലിക്ക എനിക്കും കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ചെയ്യുന്ന രീതി, ഇപ്പം ഞാൻ ഒരു ട്രിപ്പ് ഉണ്ടാക്കി വെച്ച് അതിങ്ങനെ ഞാൻ രാവിലെ ചൂടുവെള്ളത്തിൽ കുടിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഞാൻ കാണിക്കാം, ഐസ് ട്രേയിൽ വെച്ചിട്ടേ ഞാൻ ഉണ്ടാക്കിയത് കാണിക്കാം. ഇതിപ്പോൾ തീർന്നു, കുറച്ചുകൂടെ ഉള്ളു. അപ്പം ഞാൻ ഇതുപോലെ കട്ടയാണ് നമ്മൾ ഐസ് ട്രേക്കകത്ത് വെച്ചിട്ട് അത് ഐസ് ആവുന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു പാത്രത്തിലാക്കി വെക്കും. എന്നിട്ട് രാവിലെ ഞാൻ ഫ്ലാസ്കിൽ തിളച്ച വെള്ളം വെക്കും. കാരണം ഈ ഐസ് തണുത്ത ഇത് ക്യൂബ് നമ്മൾ വെള്ളത്തിൽ ഇടുമ്പോഴേ തണുപ്പായിരിക്കും. അതുകൊണ്ട് നല്ല ചൂട് വെള്ളമാകുമ്പോൾ നമുക്ക് കുടിക്കത്തക്ക വിധത്തിലാവും. ഇച്ചിരി മഞ്ഞളോടെ ചേർത്ത് കുടിക്കാം. ഷുഗറുകാർക്കൊക്കെ നല്ല ഇത്. ഞാൻ ഇച്ചിരി റോക്ക് സോൾട്ട് കൂടി ഇടും രാവിലെ ആകുമ്പോഴേ.
രാവിലെ വന്ന് വെള്ളമൊക്കെ തിളപ്പിക്കുന്നതിനൊക്കെ നല്ല ഫ്ലാസ്കൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ മിക്ക ദിവസവും ഞാനങ്ങ് മറന്നു പോകും. അതുകൊണ്ട് ഫ്ലാസ്കിൽ ഇങ്ങനെ വെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ച ഫ്ലാസ്ക് ഇവിടെ ഇങ്ങനെ ടേബിൾ പാത്രമ്പറത്ത് വെച്ചിട്ട് പോകും. വരുന്ന ഉടനെ ഈ ഫ്ലാസ്കിനെ കാണുന്ന ഉടനെ നമ്മളെടുത്തങ്ങ് കുടിക്കും. ഇനിയിപ്പോൾ അടുത്തത് അന്ന് നെല്ലിക്ക ജ്യൂസ് ഉണ്ടാക്കി എടുത്തുണ്ടേ ആ ട്രെയിൽ ഒരു ട്രെയിൽ ഒഴിച്ചിട്ട് ബാക്കി ഉണ്ടാക്കി ഞാൻ ബോട്ടിൽ വെച്ചേക്കും. അതിന് വീണ്ടും ട്രെയിൽ നിറച്ച് ഐസാക്കട്ടെ. ഡെയിലി ഉപയോഗിക്കുന്നവർ നമ്മൾ എന്താണേലും ഡെയിലി എന്താണേലും പണ്ടുള്ള പടത്തിൽ അമൃതാണെങ്കിലും അധികമായാൽ അമൃതും വിഷമാണെന്ന് പറയുന്നത് പോലെ ഡെയിലി വേണേ ആഴ്ച 3-4 പ്രാവശ്യമൊക്കെ ഇങ്ങനെ കുടിക്കുന്നതിന് കുഴപ്പമില്ല. ഇനി ഇത് ട്രെയിൽ നമ്മളെ ഫ്രീസറിൽ കൊണ്ടുവെക്കട്ടെ. ഞാൻ ഈ പാത്രത്തിൽ വെച്ചതേ അല്ലാതെ ട്രേ തന്നെ എടുക്കുമ്പോൾ ഒന്നും ഇങ്ങനെ ഉളുന്നും ഇന്ന് തുളുമ്പിപ്പോവും. ഈ പാത്രത്തിലൂടെ കൊണ്ടുപോകുമ്പം അത്രയും പോകത്തില്ല. റീച്ചാൻ രാവിലെ എനിക്ക് കാശ്മീരി മുളക് പൊടി തീർന്നു പോയായിരുന്നു. അപ്പോൾ അത് വേണമായിരുന്നു. അങ്ങനെ ഇച്ചിരി സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. കാശ്മീരി അതിൻ്റെ കൂടെ ഈ തുക്കട ഇതും പീസായിട്ടുള്ള അണ്ടിപ്പരിപ്പ്, പിന്നെ അച്ചാറിടണം, ഇഞ്ചി. റീച്ചാണ് ഇപ്പോൾ പോയത്. ഇതൊക്കെ ഇങ്ങനെയുള്ളതൊക്കെ എനിക്ക് ചിരണ്ടാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അതങ്ങ് ഒടിച്ചെടുത്തിട്ട് ചായക്കകത്തിടാനെടുക്കും. കിലോ 80 പറഞ്ഞു. പിന്നെ ഒരു റെസിപ്പിക്ക് വേണ്ടി നാളെ എന്തെങ്കിലും ഉണ്ടാക്കാൻ നേരം ഇച്ചിരി ബീൻസും ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ വേണം. പിന്നെ പേരയ്ക്കയും പഴവും. അത്ര നല്ല പേരയ്ക്കയും നല്ലത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ സൺഡേ റീച്ചാനും പ്രൈസനും കൂടെ പ്രൈസൻ്റെ യൂണിഫോം നോക്കാൻ പോയെന്ന്. അപ്പോൾ കുറേ ദിവസം കൊണ്ട് പ്രൈസം മുകളിൽ പോകണമെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ ഇന്ന് വന്ന വഴിക്ക് അപ്പനും ഇവിടെ കയറിയതാണ്. പക്ഷേ അവിടെ എന്തോ വർക്ക് നടക്കുന്നത് കൊണ്ട് പിള്ളേർക്ക് കളിക്കത്തക്ക വിധത്തിലുള്ള ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അവിടേക്ക് ഒന്ന് കറങ്ങിയിട്ടിങ്ങ് പോരുന്നു. ഇവിടെ വന്ന് പോളത് കണ്ടുണ്ടേ ദൈവമേ, പോള് എന്താ എന്നെയും കൂടെ കൊണ്ടുവന്ന് എന്നെയും കൊണ്ട്. അപ്പം പപ്പ പറഞ്ഞൊന്ന് നോക്കി ജസ്റ്റ് ഒന്ന് വന്ന വഴിക്ക് ഞങ്ങൾ കയറി നോക്കിയതാണ്. ഉണ്ടെങ്കിൽ പിന്നെ നെക്സ്റ്റ് സൺഡേ പോകാമെന്നും പറഞ്ഞായിരുന്നെന്ന്. അപ്പം പ്രൈസം വന്നപ്പോൾ തൊട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ കളിച്ചില്ലെങ്കിലും ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ട് മമ്മി. അപ്പം ഇന്നലെ എൻ്റെ അടുത്ത് ചോദിച്ചു വീഡിയോ ഇട്ടോ ഞാൻ പറഞ്ഞ് ഇട്ടിട്ടില്ലെന്ന്. അപ്പോൾ ഇന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പം പിന്നെ ഞാൻ റീച്ചാൻത്ത് പറഞ്ഞെന്ന് ആ വീഡിയോ അയച്ചതാ. അങ്ങനെ അത് ഇട്ടതാ ഇന്ന്. അപ്പോൾ തുണി കഴുകാനിട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയി. അതെല്ലാം ഇനി ഒന്ന് വിരിച്ചിടണം. അപ്പോൾ സാമ്പാറിൻ്റെ പ്രഷറൊക്കെ വന്ന് ഒന്ന് ഓഫാക്കിയിട്ടേക്കോ. ഇനി സാമ്പാറിന് കടുക് വറക്കണം. അപ്പോഴത്തേക്കിന് ഇതെല്ലാം ഒന്ന് വിരിക്കട്ടെ. ഇവിടുത്തെ വിരിച്ചിട്ട് പിന്നെ ഇച്ചിരി സമയം കിട്ടുമ്പം പിന്നെ ഫ്രണ്ടിൽ വിരിക്കും. പിന്നെ കുറച്ച് സമയം കിട്ടും. പിന്നെ അനു വന്നിട്ടേ ഞാൻ പിന്നെ അകത്തെ മുറിയിൽ ഇടത്തുള്ളൂ. കാരണം എനിക്ക് സ്റ്റാൻഡ് നൂത്ത് വെക്കണം. ചില ദിവസം രാവിലെ അങ്ങ് തുണി കഴുകുകയാണെങ്കിൽ ഞാൻ ചിലപ്പം സ്റ്റാൻഡ് അങ്ങ് നൂത്ത് വെക്കും. കാരണം ഫാനും കൊണ്ട് അത്രയും ഗുണങ്ങട്ടെന്നും പറഞ്ഞു. അതല്ലെങ്കിൽ അവൾ വന്നിട്ടേ പിന്നെ പോകത്തുള്ളൂ. കാരണം അവൾക്ക് തൂക്കാനൊക്കെ പ്രയാസമല്ലേ. ഇച്ചിരിയുള്ള റൂമിൻ്റെ അകത്ത് നമ്മൾ ഇത് നൂത്തിടുമ്പോഴത്തേക്കിന് സ്ഥലമൊക്കെ അങ്ങ് പോകത്തില്ലേ. അതുകൊണ്ട് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ മഴയാകുമ്പോൾ എടി ഇത്തിരി ലേറ്റാവില്ലേ, കാരണം തുണിയൊക്കെ ഉണങ്ങാൻ പ്രയാസമില്ലേ. അവൾ വന്നിട്ട് പോയിട്ട് ചെയ്യുവാണെങ്കിൽ പിന്നെ ഉണങ്ങാൻ പ്രയാസമാണ്. അപ്പോൾ സാമ്പാറൊക്കെ ഞാനിന്ന് കലക്കിയെടുത്തിട്ട് ഞാൻ ഇപ്പോഴാണ് മുരിങ്ങയ്ക്ക ഇട്ടിട്ട് ഒന്നുകൂടെ അതൊന്ന് തിളപ്പിക്കുന്നുണ്ടെങ്കിൽ ആ മുരിങ്ങയ്ക്കൊക്കെ അങ്ങ് വേവും. ഇങ്ങനെ കീറിയിട്ട് ഒത്തിരി മുറ്റിയതല്ലാത്തത് കൊണ്ട് ഇച്ചിരി പിഞ്ചായതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് വെന്തോളും. അപ്പോൾ ഇത് ഓണാക്കി കുറച്ചുകൂടി ഇപ്പം തിളയ്ക്കുമ്പോഴത്തേക്കിന് പിന്നെ ചൂടിലും കിടന്നങ്ങ് അത് വെന്തോളും. അപ്പം പിന്നെ കടുകൂടെ വറക്കണം. അപ്പോൾ കായപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി കടുകൂടെ വറുത്ത് ചേർത്താൽ മതി. അപ്പം നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണക്കമീൻ ഇച്ചിരി കൂടെ ഉണ്ട്. ഉണക്കമീനൂടെ വറക്കണമെന്ന് പറഞ്ഞിരുന്നേ. പിന്നെ അവസാനം മറന്നുപോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതായാലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കോട്ടോണൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും.
ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.